മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. 51-ാം സങ്കീർത്തനം 1-ാം തിരുവാക്യം. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. സങ്കീർത്തകനായ ദാവീദ് അനുതാപ ഹൃദയത്തോടെ കർത്താവിനെ നോക്കി നിലവിളിക്കുകയാണ്. എൻ്റെ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. കർത്താവിൻ്റെ കരുണ ആവശ്യമില്ലാത്തവരായി ആരും തന്നെയില്ല. നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മളായിരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലേക്കും കർത്താവിൻ്റെ കരുണ നദി പോലെ ഒഴുകപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷയിൽ നമ്മൾ നിയോഗമായി പ്രാർത്ഥിക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയാണ്. ഹൃദയം നുറുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപയുടെ പെരുമഴയാൽ സ്വർഗം നമ്മെ നിറയ്ക്കുന്ന സമയം. ഒരു നിമിഷം എല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നൽകുന്ന ഈ കരുണ, കർത്താവ് പകരുന്ന ഈ കൃപ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റെടുത്ത് ഒപ്പം ശുദ്ധീകരണ സ്ഥലത്തിലെ സകല ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയാണ്. വലുതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. അവിടുത്തെ കരുണയിലേക്ക് ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന സകല ആത്മാക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ കഴുകപ്പെടുവാൻ പാടി പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം ഒത്തിരിയേറെ ജീവിതങ്ങളിലേക്ക് കർത്താവിന്റെ തിരിച്ചൊരൊഴുകപ്പെടുകയാണ്. കർത്താവിന്റെ ചോരയാൽ അത്ഭുത സൗഖ്യങ്ങൾ, അത്ഭുത വിടുതലുകൾ, അത്ഭുത മാനസാന്തരങ്ങൾ സ്വർഗം പ്രദാനം ചെയ്യുന്ന സമയം പൂർണ്ണമായി വിശ്വസിച്ച് നമ്മൾ ഒരുമിച്ച് പാടി സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ആത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ, എന്നെ രക്ഷിച്ചരുളണമേ. ചേർന്ന് പാടാം. കർത്താവിന്റെ ആത്മാവേ, തിരിച്ചോറിയാൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. കർത്താവിന്റെ വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. ഓരോ കുടുംബത്തെയും പരിശുദ്ധാത്മാവേ കഴുകണമേ, കഴുകണമേ. എല്ലാവരും യേശുവിൻ തിരുനീണമേ, എന്നെ ലഹരിയിലാഴ്ത്തണമേ. യേശുവിൻ ഹൃത്തട ജലമേ, എന്നെ നിത്യം കഴുകണമേ. കർത്താവായ ദൈവമേ,
ശുദ്ധീകരണ സ്ഥലത്തിലെ സകല ആത്മാക്കളെയും അവിടുത്തെ കരുണയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. കർത്താവേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. കരങ്ങൾ ഉയർത്തിയടിച്ച് യേശുവിൻ ആത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ, യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. ഹല്ലേലൂയ. കർത്താവേ, പ്രവർത്തിക്കണമേ. ഒരു അത്ഭുതത്തിന്റെ കരങ്ങൾ നീട്ടണമേ. പതിനായിരങ്ങളെ, ജനലക്ഷങ്ങളെ നിങ്ങളുടെ വചനത്താൽ സൗഖ്യമാക്കണമേ. ലോർഡ് ബ്ലെസ്, ബ്ലെസ്, ബ്ലെസ് എന്നെ രക്ഷിച്ചരുളണമേ. സകല ആത്മാക്കളെയും കർത്താവേ രക്ഷിക്കണമേ, രക്ഷിച്ചരുളണമേ. എന്നെ നിത്യം കഴുകണമേ. നിത്യജീവനായ കർത്താവേ, ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ കഴുകണമേ. തിരിച്ചോരയാൽ ഞങ്ങളെ കഴുകണമേ. ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന സകല ആത്മാക്കളെയും കർത്താവേ കഴുകി ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ. നമ്മൾ സ്വരം ഉയർത്തി പാടി പ്രാർത്ഥിക്കുന്നു. നിത്യം കഴുകണമേ, എന്നെ നിത്യം കഴുകണമേ, എന്നെ നിത്യം കഴുകണമേ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മളെ കഴുകുന്ന, നമ്മളെ ശുദ്ധീകരിക്കുന്ന കർത്താവിന്റെ നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ കർത്താവേ, ഞങ്ങളുടെ മധ്യങ്ങളുടെ സാന്നിധ്യം പകരണമേ. ദൈവ സാന്നിധ്യത്തിന് ശക്തിയ ജനലക്ഷങ്ങൾ ശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൊന്നു കർത്താവേ, അവിടുത്തെ കരുണയിലേക്ക് ശുദ്ധീകരണത്തിന് സകല ആത്മാക്കളെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. എല്ലാ ആത്മാക്കളും അവിടുത്തെ കരുണയുടെ അനന്തമായ യോഗ്യതകളാൽ നിത്യജീവൻ പ്രാപിക്കട്ടെ. പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാതെ വേദനിക്കുന്ന സകല അനാഥാത്മാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. അവിടുത്തെ കുരിശിലെ ബലിയുടെ യോഗ്യതകളാൽ അവരെല്ലാം നിത്യ സൗഭാഗ്യം പ്രാപിക്കട്ടെ. ഗ്ലോറിയ, ഗ്ലോറിയ, ഗ്ലോറിയ. കർത്താവേ, അവിടുത്തെ കരുണയിലേക്ക് സകല പാപികളെയും ഈ ലോകം മുഴുവനെയും തിരുസഭയെയും ഞങ്ങളുടെ കുടുംബത്തിലുള്ള സകലരെയും ശുദ്ധീകരണ സങ്കടം അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. അഭാ പിതാവേ, അവിടുത്തെ പ്രിയപുത്രൻ ഞങ്ങളുടെ ഏകരക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ തിരുബലിയുടെ യോഗ്യതകളാൽ ഞങ്ങളോട് കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. ദൈവ കരുണയുടെ അമ്മേ, അമ്മയുടെ വിമല ഹൃദയം വഴി ശുദ്ധീകരണ സ്ഥലത്തിലെ സകല ആത്മാക്കളെയും കർത്താവിൻ്റെ കരുണയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം നിത്യജീവൻ പ്രാപിക്കട്ടെ. സകല വിശുദ്ധരെ ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ വെണ്മയുള്ളവരാക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം. കഴിഞ്ഞ ആഴ്ചയിൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ചും നമ്മൾ അല്പമായിട്ട് ചിന്തിച്ചു. ഇന്ന് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുകയും സംശയിക്കുകയും ചെയ്യുന്ന ഒരു നിത്യസത്യമാണ് ശുദ്ധീകരണ സ്ഥലവും ശുദ്ധീകരണ ആത്മാക്കളും. പലപ്പോഴും ഇതിനെക്കുറിച്ചൊരു ബോധ്യമില്ലാത്തതാണ് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇന്ന് അനേകർക്ക് കഴിയാതെ പോകുന്നത്. കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനങ്ങളും സഭയുടെ വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധാത്മാക്കളുടെ ജീവിത സാക്ഷ്യങ്ങളെല്ലാം എന്താണ് നമ്മോട് പറയുന്നത്? സ്വർഗനരക ശുദ്ധീകരണ സ്ഥലം വെറുമൊരു സങ്കല്പം മാത്രമല്ല, അത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് ഇതിനുള്ള ബന്ധത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. ശുദ്ധീകരണാത്മാക്കളും നമ്മളും, ശുദ്ധീകരണാത്മാക്കളും നമ്മളും. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 7-ാം അധ്യായം
ഒന്നാം തിരുവചനം. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിന്റെയും ആത്മാവിന്റെയും എല്ലാ ശുദ്ധിയിലും നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം. ഈ വചനത്തിലൂടെ കർത്താവിന്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ഈ വാഗ്ദാനം നമുക്കുള്ളതിനാൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും ഉറപ്പായ വാഗ്ദാനമാണ് നിത്യ ജീവൻ, ഇറ്റേണൽ ലൈഫ്. ഈ വാഗ്ദാനം നമുക്കുള്ളത് കൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വളരെ വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള മുന്നറിയിപ്പാണ് അപ്പോസ്തലനായ പൗലോസ് സഭയെ അറിയിക്കുന്നത്. വെളിപാട് 21:27 നമ്മൾ കണ്ടു, അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സ്വർഗരാജ്യ പ്രവേശനത്തിന് പരിപൂർണമായ വിശുദ്ധി അത്യന്താപേക്ഷിതമാണെന്ന് കർത്താവിന്റെ തിരുവെഴുത്ത് അടിവരയിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിരവധി ആത്മാക്കൾ എവിടെയാണ്? ശുദ്ധീകരണ സ്ഥലത്തിലാണ്. യൂദാസിലേക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 23-ാം വചനത്തിൽ ശ്ലീഹ വിശ്വാസികളോട് പറയുകയാണ്, അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ. അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ. ഈ അഗ്നി ഏതാണ്? ശുദ്ധീകരണ അഗ്നിയാണ്. സ്വർഗത്തിൽ പ്രവേശിച്ചവരെ പിന്നെ രക്ഷയിലേക്ക് നയിക്കേണ്ട ആവശ്യം നമുക്കില്ല. അവർ കർത്താവിനോടൊപ്പം അവിടുത്തെ മഹത്വത്തിലാണ്. നരകത്തിൽ പോയ ആത്മാക്കളെ ഒരിക്കലും നമുക്ക് രക്ഷിക്കാൻ ആർക്കും സാധ്യമല്ല. അവർ നിത്യനാശത്തിലാണ്. എന്നാൽ ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനിക്കുന്ന ആത്മാക്കളെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ പ്രായശ്ചിത്ത പ്രവൃത്തികളിലൂടെ, നമ്മുടെ രക്ഷാകരമായ സഹനങ്ങളിലൂടെ എല്ലാം അവരെ നേടുവാൻ കഴിയുമെന്ന് ഈ വചനം ഉറപ്പിക്കുകയാണ്. അപ്പോസ്തലൻ പറയാ, അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ഈ നവംബർ മാസത്തിൽ നമ്മൾ ഇത് ചിന്തിക്കുകയും നവംബർ മാസത്തിൽ മാത്രം ഇത് ഒതുക്കി തീർക്കാതെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്കൊരു ആനന്ദമായി തീരണം. ഒരിക്കൽ വിശുദ്ധനായ ജോൺ മരി വിയാനി ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ച് വളരെ ഹൃദയസ്പർശിയായ ഒരു പ്രസംഗം തൻ്റെ ഇടവക ജനത്തോട് പ്രസംഗിക്കുകയുണ്ടായി. വിശുദ്ധന് പ്രകാരമാണ് സാക്ഷ്യപ്പെടുത്തിയത്. ഓ എൻ്റെ സഹോദരങ്ങളെ, ഈ പീഡകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. നിങ്ങൾക്കത് ചെയ്യാനാകും. ദൈവത്തിൽ നിന്ന് വേർപിരിഞ്ഞതിന്റെ ദുഃഖം നിങ്ങൾ അനുഭവിച്ചാൽ മാത്രം ക്രൂരമായ വേർപിരിയലാണിത്. ദൈവനീതിയിൽ എരിയുന്ന അഗ്നിയിൽ കത്തുക എന്നത്, എൻ്റെ മക്കളെ, അപ്പന്മാരെ, അമ്മമാരെ, കരയുക. ഇത്ര എളുപ്പത്തിൽ ഞങ്ങളെ മറക്കാൻ നിങ്ങൾക്കാകുമോ? നിങ്ങളെ വളരെ സ്നേഹിച്ച ഞങ്ങളെ അഗ്നിക്കിടയിൽ വിട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ സുഖമഞ്ചങ്ങളിൽ വിശ്രമിക്കാനാവും? രാവും പകലും ഞങ്ങൾ ഇവിടെ സഹിക്കുകയും വിലപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആനന്ദിച്ചും സന്തോഷിച്ചും നടക്കാൻ ധൈര്യപ്പെടുന്നത് എങ്ങനെ? നിങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്ത്, ഞങ്ങളുടെ വീട് ഇവയുണ്ട്. ഞങ്ങൾ അധ്വാന ഫലം നിങ്ങൾ അനുഭവിക്കുന്നു. എന്നിട്ടും ഈ പീഡകളുടെ സ്ഥലത്ത് നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? ഒരു ദാനധർമ്മം പോലും ഇല്ലാതെ, ഞങ്ങളെ സഹായിക്കുന്ന ഒരു വിശുദ്ധ ബലി ഇല്ലാതെ ഞങ്ങളെ കാരാഗൃഹം തുറക്കാൻ നിങ്ങൾക്കാകും. പക്ഷേ നിങ്ങൾ ഞങ്ങളെ ഉപേക്ഷിക്കുന്നു. ഓ, എത്ര ഭീകരമാണ് ഈ സഹനങ്ങൾ! വിശുദ്ധനായ ജോൺ മരി വിയാനി വിറയിലാർന്ന ശബ്ദത്തോടെ ശുദ്ധീകരണ ആത്മാക്കൾ പറയുന്ന ഈ കാര്യങ്ങള് തന്റെ ജനത്തോട് പങ്കുവെക്കുകയാണ്. ഇത് വെറും വാക്കുകളല്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് ശുദ്ധീകരണ ആത്മാക്കൾ നമ്മെ നോക്കിക്കൊണ്ട് കരയുകയാണ്, വിലപിക്കുകയാണ്. ഈ ശുദ്ധീകരണ അഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക്, ഞങ്ങളെ രക്ഷിക്ക്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക്, നിങ്ങളുടെ ദാനധർമ്മങ്ങൾക്ക്
നിങ്ങളുടെ സഹനങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കാനായി കഴിയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമതായി വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനകളിൽ പ്രത്യേകം നമ്മൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് നമ്മൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ബലിയുടെ അനന്തമായ യോഗ്യതകളാൽ അനേകം ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അനേകം വിശുദ്ധരുടെ ജീവിതത്തിൽ ഇത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ശുദ്ധീകരണ ആത്മാക്കളുടെ മധ്യസ്ഥൻ എന്ന് അറിയപ്പെടുന്ന ടൊളോന്റോനയിലെ വിശുദ്ധ നിക്കോളോസ് 1884 ലയോ 13 മാർപ്പാപ്പയാണ് വിശുദ്ധ നിക്കോളസിനെ ശുദ്ധീകരണ ആത്മാക്കളുടെ മധ്യസ്ഥനാക്കി ഉയർത്തിയത്. ഒരിക്കൽ വിശുദ്ധനായ നിക്കോളോസ് തൻ്റെ ജീവിതകാലത്ത് ഒരു ശനിയാഴ്ച രാത്രിയിൽ തൻ്റെ കിടക്കയിൽ കിടക്കുകയായിരുന്നു. ഈ സമയത്ത് പെട്ടെന്ന് ഫ്രാ പെലഗ്രീനോ എന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തിയ ഒരു വ്യക്തിയുടെ ശബ്ദം കേട്ടു. നിക്കോളസിനെ അറിയാവുന്ന വ്യക്തിയായിരുന്നു ഈ പെലഗ്രീനോ. അദ്ദേഹം വളരെ നിലവിളിയോടുകൂടി പറഞ്ഞു, ഞങ്ങളെ രക്ഷിക്കണം, ദൈവത്തിൻ്റെ കരുണ ഞങ്ങൾ അനുവദിച്ചിരിക്കുകയാണ് അങ്ങയുടെ പ്രാർത്ഥന ചോദിക്കുവാനായിട്ട്. നിക്കോളസ് ചോദിക്കും, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ നാളുകളായി ശുദ്ധീകരണ സ്ഥലത്തിലാണ്. എൻ്റെയും എന്നോടൊപ്പമുള്ള ആത്മാക്കളുടെയും നിത്യ സൗഭാഗ്യത്തിന് വേണ്ടി അങ്ങ് വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇത് പറഞ്ഞ് പെലഗ്രീനോ എന്ന് പറയുന്ന ആത്മാവ് അപ്രത്യക്ഷമാവുകയാണ്. വിശുദ്ധ നിക്കോളോസ് തുറന്നു വരുന്ന 7 ദിവസങ്ങളിൽ ഈ നിയോഗത്തിന് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. 7 ദിനങ്ങൾക്ക് ശേഷം പെലഗ്രീനോയുടെ ആത്മാവ് വീണ്ടും നിക്കോളോസിന് മുമ്പിൽ വന്ന് പറഞ്ഞു, ഒത്തിരി ആനന്ദമുണ്ട്, ഞങ്ങൾ നിത്യ സൗഭാഗ്യത്തിലാണ്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചത് മൂലം ഞാനും എന്നോടൊപ്പം ഉണ്ടായിരുന്ന അനേകം ആത്മാക്കള് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. ഈ ആനന്ദം അറിയിക്കുവാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിക്കോളസിൻ്റെ ബലിയർപ്പണത്തിലൂടെ അനേക ആത്മാക്കള് നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിശുദ്ധ ബലിയർപ്പണത്തിന് വലിയ ശക്തിയുണ്ട്, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളിലൂടെ, കുരിശുമരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ എല്ലാം ഈ രക്ഷാകരമായ അനുഭവം ഓർത്തുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വലിയ കരുണയാണ് അവരിലേക്ക് ഒഴുകപ്പെടുന്നത്. ശുദ്ധീകരണ ആത്മാക്കളുമായി ഒരുപാട് ബന്ധമുള്ള ഒരു വലിയ വിശുദ്ധനായിരുന്നു പേദരേ പിയോ. അദ്ദേഹം ഒരിക്കൽ പ്രകാരമാണ് സാക്ഷ്യപ്പെടുത്തിയത്. സാൻ ജോവാനിയിൽ അനേകം ആളുകൾ വിശുദ്ധ കുർബാനയ്ക്കായി തടിച്ച് കൂടാറുണ്ടായിരുന്നു. തൻ്റെ ബലിയിൽ പങ്കെടുക്കാൻ ഇവിടെ വരുന്ന ജനത്തേക്കാൾ ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾ ഈ മല കയറുന്നു എന്നാണ് അദ്ദേഹം ഒരിക്കൽ പ്രസ്താവിച്ചത്. പേദരേ പിയോ പറയാണ്, അനേകം ശുദ്ധീകരണ ആത്മാക്കള് ഈ ബലിയിൽ പങ്കെടുക്കുവാനായി ഈ മല കയറുന്നു. വിശുദ്ധൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാമത്തെ ഒരു സഹായമാണ് വിശുദ്ധ കുർബാന അർപ്പിച്ച് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുക എന്നുള്ളത്. രണ്ടാമത്തൊരു കാര്യം പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ധാരാളം പ്രാർത്ഥിച്ചുകൊണ്ട് ശുദ്ധീകരണ ആത്മാക്കളെ നമുക്ക് സഹായിക്കാൻ കഴിയും. പുണ്യന്മാരുടെ ഐക്യം എന്ന് പറയുന്നത് സഭ പഠിപ്പിക്കുകയാണ്. സ്വർഗത്തിലെ ആത്മാക്കൾ അവർ വിജയസഭയിൽ അംഗങ്ങളാണ്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ സഹനസഭയിൽ അംഗങ്ങളാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മൾ സമരസഭയിൽ അംഗങ്ങളാണ്. ഇത് മൂന്നും ചേർന്നതാണ് പുണ്യന്മാരുടെ ഐക്യം. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾക്ക് സഹനസഭയിലായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ നിത്യ സൗഭാഗ്യത്തിലേക്ക് നയിക്കുവാനായിട്ട് കഴിയും. ധാരാളം നമ്മൾ പ്രാർത്ഥിക്കണം. ശുദ്ധയായ മരിയ ഫൗസ്റ്റീന ദൈവക്കരുടെ അപ്പോസ്തലയായിട്ടാണ് സഭ അവളെ വിശേഷിപ്പിക്കുന്നത്.
തൻ്റെ പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ട 2 വിഷയങ്ങളായിരുന്നു പാപികളുടെ ആത്മാക്കള്, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. രണ്ടാമത്തെ നിയോഗമായിരുന്നു ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി. പാപികളുടെ ആത്മാക്കൾക്കും ശുദ്ധീകരണ ആത്മാക്കൾക്കും വേണ്ടി ധാരാളം പ്രാർത്ഥിച്ചു, പരിത്യാഗങ്ങൾ എടുത്തു പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, കരുണക്കൊന്ത ചൊല്ലി, ധാരാളം കരുണക്കൊന്ത ചൊല്ലി ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ കുരിശിന്റെ വഴി നടത്തി യേശുവിന്റെ പീഡാസഹനങ്ങളൊക്കെ നന്നായി ധ്യാനിച്ച് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ ദൈവകരുണയാണ് അവരിലേക്കെല്ലാം ഒഴുകപ്പെടുന്നത്. മൂന്നാമത്, സഹനങ്ങൾ ആനന്ദത്തോടെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കണം. നമ്മൾ ആരും ഇത് മറന്നു പോകരുത്. എൻ്റെ സഹോദര സഹോദരി, എന്തുമാത്രം സഹനങ്ങളാണ് അനുദിന ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്നത്. പിറുപിറുത്തും പരാതി പറഞ്ഞും കുറ്റപ്പെടുത്തിയും മുറുമുറുത്തും ആ സഹനങ്ങളൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. സഹനങ്ങൾ രക്ഷാകരമാണെന്ന് മനസ്സിലാക്കി അത് ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുക. നമ്മുടെ കൊച്ചു കൊച്ചു സഹനങ്ങളിലൂടെ അനേകം ആത്മാക്കളെ നിത്യജീവനായി നമുക്ക് നേടാനായിട്ട് കഴിയും. നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 19-ാമത്തെ തിരുവാക്യം, പിതാവേ, അവർ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഈശോ എങ്ങനെയാ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവനെ തന്നെ വിശുദ്ധീകരിച്ചത്? ഹെബ്രായ പുസ്തകം 12:2 പറയുന്നു, തനിക്കുണ്ടായിരുന്ന സന്തോഷങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അർഹതപ്പെട്ട സന്തോഷങ്ങൾ പോലും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. സന്തോഷങ്ങൾ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ട ചില ഭക്ഷണ പദാർത്ഥങ്ങൾ വർദ്ധിക്കണം. നമുക്ക് കുറച്ച് നാളത്തേക്ക് മധുരം ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. ഷുഗറുള്ളത് കൊണ്ടല്ല, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി. അല്ലെങ്കിൽ കാലത്ത് ഞാൻ ചായ കഴിക്കുന്നില്ല, കാപ്പി കുടിക്കുന്നില്ല, ഞാൻ ഇറച്ചി കഴിക്കുന്നില്ല, ഇഷ്ടപ്പെട്ട മറ്റു പലതും വിട്ടുകളഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ സഹനങ്ങളൊക്കെ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. മൂന്നാമത് വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്, അവൻ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ സഹനങ്ങൾ, വേദനകൾ, കഷ്ടതകൾ, ദുഃഖങ്ങളെല്ലാം അതിലൊന്നും പരാതി പറയാതെ അതൊക്കെ ആനന്ദത്തോടെ സ്വീകരിച്ച് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുക. ഇങ്ങനെയൊക്കെയാണ് മരിയ വംശീനയും കൊച്ചുത്രേസ്യായും അൽഫോൺസമ്മയും ഏപ്രസിയും ഒക്കെ അനേകം വിശുദ്ധരെ ഈ ആത്മാക്കളൊക്കെ നേടിയെടുത്തത്. നാലാമതായി, കാരുണ്യ പ്രവർത്തികളും ദാനധർമ്മങ്ങളും. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 30-ാം വചനം പറയുന്നു, ദാനധർമ്മം പാപത്തിനുള്ള പരിഹാരമാണ്. ദാനധർമ്മത്തിലൂടെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നുവെന്ന് ദൈവത്തിന് തിരുവെഴുത്ത് പഠിപ്പിക്കുകയാണ്. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 10-ാം വചനത്തിൽ വീണ്ടും വചനം സാക്ഷ്യപ്പെടുത്തുന്നു, ദാനധർമ്മം മൃത്യുവിൽ നിന്ന്, മരണത്തിൽ നമ്മെ രക്ഷിക്കുകയും അന്ധകാരത്തിന് പിടിയിൽ നിന്ന് നമ്മെ വിടുവിക്കുകയും ചെയ്യുന്നു. മരണത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ കഴിയുന്നതാണ് ദാനധർമ്മം. മരിച്ചവരോടുള്ള കടമകൾ മറക്കരുത്. അവർ മരിച്ചുപോയല്ലോ, നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞില്ലെന്ന് ചിന്തിക്കരുത്. മരിച്ചവരോടുള്ള കടമകൾ മറക്കരുത്. നമ്മൾ അവർക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കണം, സഹനങ്ങൾ കാഴ്ചവെക്കണം, അവർക്ക് വേണ്ടി കാരുണ്യ പ്രവർത്തികളും ദാനധർമ്മങ്ങളും ചെയ്യണം, അവർക്ക് ആ വിശുദ്ധ കുർബാനകൾ അർപ്പിക്കണം. ഇതിലൂടെ എല്ലാം അനേകം ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ നമുക്ക് കഴിയും. 13-ാം നൂറ്റാണ്ടിൽ തിരുസഭയിൽ ജീവിച്ച വലിയൊരു വിശുദ്ധയാണ് വിശുദ്ധയായ ജത്രൂത്ത്. ശുദ്ധീകരണ ആത്മാക്കളുമായി അവൾക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. ഒരിക്കൽ കർത്താവ് ജത്രൂത്തിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മനോഹരമായ ഒരു പ്രാർത്ഥന അവളെ പഠിപ്പിച്ചു. സാധിക്കും നിങ്ങളെല്ലാവരും അത് എഴുതിയെടുക്കണം. കർത്താവ് ജത്രൂത്തിനോട് പറഞ്ഞതാണ്, ഓരോ പ്രാവശ്യം വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന നീ ചൊല്ലുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് 1000 ആത്മാക്കളെ ഞാൻ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഒപ്പം 1000 പാപികളെ ഈ ലോകത്തിൽ ഞാൻ മാനസാന്തരത്തിലേക്ക് നയിക്കുകയാണ്. എന്തുമാത്രം പവർഫുള്ളായ ഒരു പ്രാർത്ഥനയാണിത്. ഞാനൊന്ന് ചൊല്ലിത്തരാം, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, സാധിക്കുന്നവർ എഴുതിയെടുക്കണം. നിത്യപിതാവേ, അവിടുത്തെ പ്രിയപുത്രനും
ഞങ്ങളേക രക്ഷകനുമായ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധമായ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് വെച്ച് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള സകല പാപികൾക്ക് വേണ്ടിയും തിരുസഭയിലുള്ള എല്ലാ പാപികൾക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിലും തലമുറകളിലുമുള്ള സകല പാപികൾക്ക് വേണ്ടിയും അങ്ങേക്കു ഞാൻ കാഴ്ചവെക്കുന്നു. എൻ്റെ സഹോദര സഹോദരി, ഇപ്പോൾ 1000 ആത്മാക്കളെ ഈശോ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥന പാടല്ല, അതിൻ്റെ ശക്തി. അതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും കടന്നു വരുന്ന അത്ഭുതങ്ങൾ, അനുഗ്രഹങ്ങൾ, ദൈവിക നന്മകൾ എന്തുമാത്രം ഉന്നതമാണെന്ന് മനസ്സിലാക്കി ഇന്നു മുതൽ നമ്മളൊരു തീരുമാനമെടുക്കണം. എൻ്റെ കുർബാന അർപ്പണങ്ങളിൽ, എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ, എൻ്റെ കുടുംബ പ്രാർത്ഥനയിൽ, എൻ്റെ സഹനങ്ങളിലെ, എൻ്റെ ദാനധർമ്മങ്ങളിലെ, കാരുണ്യ പ്രവർത്തികളിലെല്ലാം ഞാൻ ശുദ്ധീകരണ ആത്മാക്കളെ ഓർക്കും. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ഭക്ഷിപ്പോരിൽ ദൈവം ജീവിക്കും, ഇതു ദേവപുത്രന്റെ ദേഹമല്ലയോ. മഹത്വപൂർണനായ കർത്താവേ, പരിശുദ്ധ കുർബാനയായി ഞങ്ങളെ മധ്യ എഴുന്നള്ളി വന്ന സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയുടെ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിച്ചു ശുദ്ധീകരണ ആത്മാക്കളും നമ്മളും എന്ന വിഷയത്തിന്റെ 2ാം ഭാഗത്തെ കുറിച്ച്. പ്രിയ സഹോദര സഹോദരി, ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ടും ഒരുപാട് സാധ്യതകൾ ഉണ്ടായിട്ടും പലപ്പോഴും നമ്മൾ ശുദ്ധീകരണ ആത്മാക്കൾ അവഗണിച്ചു പോയി. കർത്താവിന്റെ മുമ്പിൽ അനുതാപ ഹൃദയത്തോടെ പറ, കർത്താവെ തെറ്റിപ്പോയി. എന്തുമാത്രം വിശുദ്ധ കുർബാന അർപ്പണങ്ങളിൽ നമ്മൾ അശ്രദ്ധയോടെ നിന്നു. ഒത്തിരി പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയിട്ട് നമ്മുടെ മടിയും അലസതയും നിസ്സംഗതയും മൂലം പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടില്ല. പല സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ പിറുപിറുത്ത് മുറുമുറുത്ത് കുറ്റപ്പെടുത്തിയ ആ സഹനങ്ങളെയൊക്കെ നമ്മൾ നഷ്ടമാക്കി കളഞ്ഞു. കണ്ണുനീരോടെ പറയാൻ, കർത്താവെ തെറ്റിപ്പോയി, ഞാൻ ഇന്നൊരു തീരുമാനമെടുക്കുകയാണ്. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും. കുർബാന അർപ്പണത്തിലൂടെ, എൻ്റെ പ്രാർത്ഥനയിലൂടെ, എൻ്റെ സഹനങ്ങളിലൂടെ, എൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ എല്ലാം ഞാൻ അവരെ നിത്യതയ്ക്ക് വേണ്ടി നേടും. ഈ ഒരു തീരുമാനത്തോടെ ഇരുകരങ്ങളും ദിവ്യകാരുണ്യ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച്, നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച്, നമ്മുടെ മക്കളെ സമർപ്പിച്ച്, നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് ഈ നിയോഗങ്ങളുടെ മേലെല്ലാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അഗ്നിയായി കത്തിപ്പടരുവാൻ നമ്മൾ സ്വരമുയർത്തി ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ, ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. കുഞ്ഞുങ്ങള്, കൂട്ടായ്മകള് കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹീതരാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കർത്താവേ കരുണ കാണിക്കണമേ. ഈശോ നമ്മെ ആശീർവദിക്കുന്ന സമയം കർത്താവ് തരുന്ന നിരവധിയായ നന്മകള്, അനുഗ്രഹങ്ങള് സ്വീകരിച്ചുകൊണ്ട് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി, ഞങ്ങളെ വിശുദ്ധീകരിച്ചതിനായി, ഞങ്ങളെ സൗഖ്യമാക്കിയ സ്നേഹത്തിനായി നന്ദി, നന്ദി, നന്ദി കർത്താവേ. ഹല്ലേലൂയ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് വിശ്വാസത്തിൽ ദൃഢത പ്രാപിക്കും. ഈ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്ക് എല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ